ടു ഡി വ്ലോഗ്സ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. ഞാൻ രാവിലെ ഒരു 6:15 ആയപ്പോൾ എണീറ്റു. അശി എണീറ്റിട്ടില്ല. എണീക്കാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോന്നു. അതിന് മുമ്പ് പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. അപ്പോൾ അതിന് വേണ്ടി ചട്നി ഉണ്ടാക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായ തിളയ്ക്കുന്നുണ്ടോ നോക്കുമായിരുന്നു. പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ചിരണ്ടി കൊടുത്തു അമ്മയ്ക്ക്. ചട്നി ഉണ്ടാക്കുന്നത് അമ്മയാണ്. അങ്ങനെ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കി. 1 ഗ്ലാസ് എനിക്കും 1 അശിക്കുമാണ്. അപ്പോൾ അശി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാനും അവിടെ ഇരുന്ന് ഒരു കമ്പനിക്ക് ഞാനവിടെ ഇരിക്കും. 1 കപ്പ് ചായ ഞാനും കുടിക്കും. പിന്നെ അതിൻ്റെ കൂടെ ലൈറ്റായിട്ട് ഞാനും കഴിക്കും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു. ഒരു ചെറിയ പീസ് അശി എനിക്ക് വായിൽ വെച്ച് തന്നു. ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ അശി പോയിട്ട് വേണം എനിക്ക് കഴിക്കാൻ. എന്നിട്ട് അതെ അശി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെഡിയായി പോവുകയാണ്, ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഇനി വൈകുന്നേരം കാണാം, ടാറ്റാ. അപ്പോൾ അങ്ങനെ അശീനെ യാത്രയാക്കി ഞാൻ നേരെ റൂമിലോട്ട് പോയി ബ്ലാങ്കറ്റൊക്കെ ഒന്ന് ഒതുക്കി മടക്കി വെച്ചു. ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം ഫോണിലൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ എണീറ്റ് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം മുടി നല്ല രസമുണ്ടായിരുന്നു, നല്ല രസത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ട്. പിന്നെ കുറച്ചുകൂടെ സ്ട്രെയിറ്റണൊക്കെ ആയി, നല്ല രസമുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറേ നോക്കി കളിക്കുകയായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ എടുക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ അത് AC ഇട്ടിട്ട് അതാകെ കട്ട പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ വിരലൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ എടുത്ത് കുത്തിപ്പൊക്കി കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഇട്ടു. എൻ്റെ സ്ഥിരം വെളിച്ചെണ്ണ, നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. അങ്ങനെ ഇത് ശരിക്കും വെളിച്ചെണ്ണ തേച്ച് കുറച്ച് സമയം നിൽക്കുകയൊക്കെ വേണം. എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാം, ടാറ്റാ. കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് സ്കിൻ കെയർ അല്ലേ. ഞാനിപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്യൂർ സ്കിന്നിൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും കാണിക്കുന്നതാണ്. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളതെന്നും ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നും ഇത് എങ്ങനെ ഇതിലേക്ക് എത്തിയതെന്നും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എനിക്കിതിൽ എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത് ഫസ്റ്റ് കാണിച്ചു തരാം, പിന്നെ എനിക്ക് യൂസ് ചെയ്യും. എനിക്കിതിൽ കിട്ടിയിട്ടുള്ളത് 4 സാധനങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷ് ആണ്. മോർണിംഗ് ആൻഡ് നൈറ്റ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഞാൻ വാഷ് ചെയ്യും. അതായത് ജസ്റ്റ് ഒരു പമ്പേ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജൊക്കെ കൊടുത്ത് പെട്ടെന്നൊന്ന് വാഷ് ചെയ്തിട്ട് വരും. അതായത് കുളിക്കുമ്പോൾ ഞാൻ രാവിലെ അങ്ങനെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം രാവിലെ പിന്നെ എനിക്ക് വരുന്നൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്. ഇത് SPF 30 PA+++ ആണ്, 3+ ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു പീ സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ. നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് തന്നെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് വരുന്നത് നൈറ്റിലാണ് കേട്ടോ. മോർണിംഗിൽ ഈ ഒരു 2 സ്റ്റെപ്പേ ഉള്ളൂ. നൈറ്റിൽ വരുന്നത് എഗെയിൻ ഫേസ് ഫസ്റ്റ് വാഷ് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ് ഫസ്റ്റ് യൂസ് ചെയ്യാനുള്ളത്. ഇതാണെങ്കിൽ സെയിം നമ്മൾ സൺസ്ക്രീൻ പോലെ തന്നെ ജസ്റ്റ് ഒരു പീ സൈസിൽ എടുക്കുക. എന്നിട്ട് നെക്കിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ വേറെ ഒരു പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല. അത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഡെയിലി നൈറ്റ് ഇത് യൂസ് ചെയ്യും. നൈറ്റിൽ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീമാണ്. ഇതാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ളത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ്. 3 ഡേയ്സാണ് എനിക്ക് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിലുള്ള മെയിൻ ഐറ്റം. അതായത് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അവർ തന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഓപ്പൺ പോർസ്, സ്കേർസ്, പിമ്പിൾ മാർക്സ്, ഇതാണ് അതിനുള്ള മെയിൻ കാര്യം. മാർക്സും പിമ്പിൾ മാർക്സും സ്കേർസും ഓപ്പൺ പോർസും ഒക്കെ ഉള്ള സ്ഥലത്ത് മെയിനായിട്ട് ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ആ ഒരു ഏരിയയിൽ മാത്രമേ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. ഇത്രയാണ് എനിക്ക് ഈ ഒരു കിറ്റിൽ തന്നിട്ടുള്ളത്. പെട്ടെന്ന് കഴിയുന്ന ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ. ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ആപ്പിലേക്ക് എൻ്റർ ആവാം. ഇത് ക്യൂർ സ്കിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക.
അപ്പോൾ ഈ ഒരു ആപ്പ് എടുക്കുക, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ വരും. നമ്മുടെ പേര്, ജെൻഡർ, ഏജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്ന്, അതായത് ഫേസിലാണോ അല്ലെ ഹെയറിൻ്റെ ആണെങ്കിലും നമുക്ക് ഇതിൽ പരിഹാരമുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു പേജിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവരിങ്ങോട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ അതിനുള്ള ആൻസർ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ നമ്മുടെ സ്കിൻ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടാണല്ലോ, അപ്പം അവർക്ക് കാണാൻ വേണ്ടി ഒരു ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഒക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 100% സെക്യൂർ ആയിട്ടുള്ളൊരു ആപ്പാണ്. അതിൽ ആർക്കും പേടിയൊന്നും വേണ്ട, ഫോട്ടോ അയക്കുന്നതിനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിലുള്ളതെല്ലാം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റും ഡോക്ടേഴ്സും ആണ്, അതും പേടി വേണ്ട. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഒക്കെ അയച്ചതിന് ശേഷം അവരതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു കിറ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇവരുടെ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് ഫീ വേണ്ട. നമ്മുടെ പുറത്ത് കാണിക്കുമ്പോൾ കൺസൾട്ടേഷൻ ഫീ കൊടുക്കണം, അതിൻ്റെ പുറമെ ഈ മരുന്നുകളും കാര്യങ്ങളും വാങ്ങിക്കണം, അതിന് എക്സ്ട്രാ കൊടുക്കണം. ഇവിടെ കൺസൾട്ടേഷൻ ഫ്രീ ആണ്. നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഈ ഒരു കിറ്റിന് വരുന്ന ചാർജ് മാത്രമാണ്. എനിക്ക് ഇതിന് വന്നിട്ടുള്ളത് 1499 ആണ്. അതും എനിക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അപേക്ഷിച്ച് നോക്കുമ്പോൾ അതും കുറവായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇതാണെങ്കിൽ അപ് ടു 3 months വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് അവർ നല്ലൊരു ഡയറ്റ് പ്ലാനും ഒക്കെ പറഞ്ഞുതരും. നമ്മുടെ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ കഴിക്കുന്ന ഫുഡിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് D100 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. ആരും മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കടക്കട്ടെ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, വിശക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പോയി ഒരുങ്ങിയിട്ടൊക്കെ വരാം. ഇടയ്ക്ക് എനിക്കുള്ളൊരു പ്രാന്താണ് പൊട്ട് കുത്തുക എന്നുള്ളത്. എപ്പോഴൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് എനിക്കിങ്ങനെ ഒരുങ്ങി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നടക്കാനൊരു തര വരും. അപ്പം ഞാനതൊക്കെ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് നമുക്കൊരു പൊട്ട് തൊട്ട് കൊടുക്കാം. വലുതായിപ്പോയോ? വലുത് എനിക്ക് ഇഷ്ടമല്ല, കുറച്ചുകൂടെ ചെറുതാക്കി തരാം. ഇതാണ് ഫോണിൽ നോക്കി പൊട്ട് തൊടുക, മേക്കപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള ബുദ്ധിമുട്ട്. ഈ ഐലൈനറൊക്കെ വെച്ചിട്ട് പൊട്ട് തൊടാൻ നിന്നാൽ ഇതാണ് പ്രശ്നം. ഒന്നെങ്കിൽ വലുതായിപ്പോവും, അല്ലെങ്കിൽ തീരെ ചെറുതായിപ്പോവും, അല്ലെങ്കിൽ സൈഡിലോട്ടായിപ്പോവും. എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാതിരിക്കില്ല. അങ്ങനെ ഒരു 3-4 വട്ടം തൊട്ട് കഴിയുമ്പോഴേ അതൊന്ന് നേരെയായി കിട്ടത്തുള്ളൂ. എന്നാലും എനിക്ക് ശരിയായി കിട്ടിയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മാലയൊക്കെ ഒന്ന് എടുത്തിട്ടു. ഇടയ്ക്ക് ഇതുപോലെയുള്ള പ്രാന്തൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയും ചട്നിയാണ്. പിന്നെ അതേ വട്ടൻ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പേര് വട്ടൻ എന്നാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കേൾക്കുന്നത്. ഇത് നമ്മുടെ പച്ചക്കായ പുഴുങ്ങിയതാണ്. പച്ചക്കായയിൽ തേങ്ങയും ഈ പച്ചമുളകൊക്കെ ഒതുക്കി ചതച്ചിടത്തില്ലേ, അങ്ങനെ ചെയ്താണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. എൻ്റെ വീട്ടിലുണ്ടാക്കാറുണ്ട്. ബട്ട് ഇതിന് വട്ടൻ എന്ന് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് അറിയായിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അതും എടുത്തു. പിന്നെ ഇഡ്ഡലി എടുത്തു. ഇഡ്ഡലി പൊതുവേ എനിക്കിഷ്ടമല്ല, ബട്ട് ഇന്നത്തെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ 3 ഇഡ്ഡലി കഴിച്ചു. പിന്നെ ചട്നിയും പിന്നെ ഈ വട്ടനും കഴിച്ചു. ഇതിൻ്റെ കൂടെ കട്ടൻ ചായയാണ് കുടിച്ചത്. രാവിലെ ചായ കുടിച്ചത് കൊണ്ട് എപ്പോഴും ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ഇനി വൈകുന്നേരവും കുടിക്കണം, അതുകൊണ്ട് കട്ടനാക്കി. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത്. എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പോയി എൻ്റെ മുടിയൊക്കെ ഒന്ന് കുടുക്കൊക്കെ പോക്കി ഒന്ന് കെട്ടുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇതാ ഉപ്പേരിക്കുള്ളത് റെഡിയാക്കുവാണ്. ഉപ്പേരിയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ. അതുകൊണ്ട് ഇന്ന് പയറും ബീൻസും കൂടെ മിക്സഡ് ആക്കി വെക്കുകയാണ് കേട്ടോ. പയറും ഇതൊക്കെ ഞാൻ മുറിച്ചിട്ട് വെച്ചു. അപ്പോൾ ഉണ്ട് അമ്മ പച്ചമാങ്ങ കറി വെക്കാൻ വേണ്ടി പച്ചമാങ്ങ എടുത്തിട്ട് പോയി. പോകുന്ന വഴിക്ക് ഒരു പീസ് എനിക്കും തന്നു കേട്ടോ. ഒടുക്കത്തെ പുളിയായിരുന്നു. ഞാൻ ഓവർ ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്, സത്യമായിട്ടും അത്രയും പുളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ കൂട്ടി അത് കഴിച്ചു. പിന്നെ അപ്പോഴേക്കും എൻ്റെ പയറും ബീൻസും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കയപ്പയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ഉണ്ടാക്കിയിട്ട് കയപ്പേൻ്റെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം കയപ്പേൻ്റെ ഉപ്പേരി നല്ലോണം ഡ്രൈ ആക്കി കുറേ സമയം ഇങ്ങനെ സിമ്മിലിട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രിസ്പി രൂപത്തിൽ. അപ്പോൾ അത് കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അതുകൊണ്ട് പയറിൻ്റെ ഉപ്പേരി ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് കയപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കയപ്പ ഞാനവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്ലിമ്മാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ വറവൊക്കെ ഇട്ട് ഉപ്പേരി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അത് മിക്സാക്കി അവിടെ വെച്ചു. കയപ്പ ഇതാ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ ഉപ്പേരി ആയപ്പോൾ അതൊരു ബൗളിലോട്ട് ഒഴിച്ച് മാറ്റി വെച്ചു. അപ്പോഴേക്കും കറിയൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൽ വറവിടാനുണ്ടായിരുന്നു. ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് കൊണ്ട് അതവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ കറിയിലേക്ക് വറവും കൂടെ അങ്ങ് ഇട്ടു. എന്നിട്ട് നമുക്ക് കയ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കയ്പയുടെ ഉപ്പേരി ഞാനല്ല, അത് അമ്മയാണ് ഉണ്ടാക്കുന്നത്. അതെനിക്ക് വലിയ ഐഡിയ ഇല്ല എന്നല്ല, എനിക്കറിയില്ല. പിന്നെ അമ്മ എനിക്ക് ഒരു കപ്പിൽ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഞാൻ പോയി റൂമിലൊക്കെ പോയി കുറച്ച് ഇരുന്ന് ഫോണിലൊക്കെ നോക്കി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ പോയിരുന്നു. ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണി വേണ്ടേ, അപ്പം ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വ്ളോഗ് എടുത്തിട്ട് കാണുവാണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കാൻ മടിയാണ്. അപ്പോൾ ചോറൊക്കെ എടുത്തു. ചോറിന് കറിയും ഉപ്പേരിയും പുളിയിഞ്ചിയും പിന്നെ ഞാൻ 2 പച്ചമുളകും എടുത്തു. കറീൻ്റെ മേലെ ഞാൻ കുറച്ച് മോരൊഴിച്ചതാണ് കേട്ടോ, വൈറ്റ് കളറിൽ കാണുന്നത്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് പോയി എൻ്റെ പ്ലേറ്റൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ഈ നമ്മുടെ ഉച്ചയ്ക്ക് ഈ പരിപാടികളൊക്കെ വേഗം തീർത്ത് കഴിഞ്ഞാൽ ആ ഒരു സമയം വെറുതെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉറങ്ങില്ല, മാക്സിമം ഞാൻ ഉറങ്ങാണ്ടിരിക്കും. പിന്നെ അത്രയും ക്ഷീണം വന്ന് അങ്ങനെ കണ്ണടഞ്ഞു പോവുകയാണെങ്കിലൊക്കെ ഉറങ്ങുള്ളൂ. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാനൊരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് ചോക്ലേറ്റിനോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല. കുറേ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരെണ്ണമൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. അതിൽ നിന്നൊരു ബ്ലൂ ഞാൻ എടുത്ത് കഴിച്ചു. ഹലോ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്താ ഇപ്പോൾ ഒന്ന് ചെയ്യാം. വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് രാത്രി പെട്ടെന്ന് ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ വിചാരിച്ച് വന്നെന്ന് തോന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഓണത്തിൻ്റെ ചെറിയൊരു ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷൂട്ടല്ല, ഞങ്ങൾ തന്നെ ഒരു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ചെയ്ത ഹെയർ സ്റ്റൈല് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഹെയർ സ്റ്റൈലൊന്ന് കാണിക്കാമെന്ന്. ഒന്നുമില്ല, സിമ്പിളാണ്. ബട്ട് ഞാൻ ആദ്യം പോയിട്ട് എൻ്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. കാരണം നമ്മളിങ്ങനെ നല്ല ഹെയർ സ്റ്റൈലൊക്കെ കാണിക്കാൻ കുറച്ചുകൂടെ നന്നായി ഡ്രസ്സൊക്കെ ചെയ്താലേ ആ ഹെയർ സ്റ്റൈലിൻ്റെയും കൂടെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് മാറ്റിയിട്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈൽ നോക്കാം. ഫസ്റ്റ് മുടിയുടെ ചിക്കൊക്കെ കുടുക്കൊക്കെ പോക്കി വൃത്തിയായിട്ട് വരണം കേട്ടോ. ഞാൻ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു, ഞാൻ പൊളിച്ച് കഴിഞ്ഞിട്ട് പോക്കി വെച്ചതായിരുന്നു. എന്നിട്ട് നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുക്കണം. സെൻറ്റർ പാർട്ടീഷൻ എടുക്കാൻ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം ഇതാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കുറേ ക്ലിപ്പ്, അതായത് നിങ്ങൾ ഇതിനെന്താ പറയുക, ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പിന്നെ അല്ലെങ്കിൽ സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം കുറേ എണ്ണം വേണം. എന്നിട്ട് ഇപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് എടുത്താൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ ഒന്ന് ചീപ്പൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ഫുൾ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് കുറച്ചൊന്ന് പൊക്കി വെച്ച് കൊടുക്കുക. അധികം തിരിക്കണ്ട കേട്ടോ, കുറച്ചൊന്നിങ്ങനെ പൊക്കി വെച്ചിട്ട് ഒരു ക്ലിപ്പ് എടുക്കുക, കുത്തി കൊടുക്കുക. ഇനി അടുത്തത് മുമ്പൊരു കാര്യം മറന്നുപോയി. നമുക്ക് ബേബി ഹെയർസ് ഒക്കെ പുറത്തോട്ട് ഇടണമെങ്കിൽ ഇത് കെട്ടുന്നതിന് മുന്നേ ഫസ്റ്റ് ഇവിടുന്ന് കുറച്ച് വലിച്ചിടണമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വലിച്ചെടുക്കുമോ. ബേബി ഹെയർസൊക്കെ വേണ്ടവർ ഇവിടുന്ന് എടുക്കുന്നതിന് മുന്നേ ഇതൊക്കെ എടുത്ത് വലിച്ച് പുറത്തേക്ക് ഇടുക. നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ കെട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുക, നമുക്ക് സ്റ്റൈലായിട്ടും ചെയ്യാൻ പറ്റും. അതായത് പിന്നെ എത്നിക് വെയറിൻ്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണിത്. കണ്ടില്ലേ,
ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ ഇങ്ങനെ ഫോണിൽ നോക്കി ചെയ്യുകയും കൂടി ചെയ്തുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇവിടെ നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ അധികം ചുരുട്ടിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കറക്റ്റ് ആ വരി അനുസരിച്ച് ഇങ്ങനെ കറക്റ്റ് മുടിയെടുത്ത് നല്ലോണം ഒന്ന് റോൾ ചെയ്തിട്ട് പിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ച് പിൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ സൈഡും ചെയ്യാം. ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഫുള്ള് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല രസം. എനിക്ക് ഭയങ്കര എനിക്ക് ആദ്യമൊന്നും ഇങ്ങനെ പുറകോട്ട് ഫുള്ളായിട്ട് മുടി പുറകോട്ട് എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് ചേരാത്ത പോലെയായിരുന്നു തോന്നാറ്. കാരണം എനിക്ക് നെറ്റി കുറച്ച് കയറിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ബേബി ഹെയർസ് ഒക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കോട്ട് അങ്ങനെ എടുക്കാന്നല്ല, ഈ ഒരു സ്റ്റൈൽ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. അപ്പോൾ ഇത് ബാക്കിലാണെങ്കിൽ കുറേ ക്ലിപ്പൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. കുറേ ക്ലിപ്പ് വേണം ഇതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എനിക്ക് രാവിലെ ഇപ്പോൾ കോളേജിൽ പോകുമ്പോഴൊക്കെ കെട്ടാനാണെങ്കിലും എനിക്ക് വലിയ പാടായിട്ട് ഫസ്റ്റ് കെട്ടുന്ന സമയത്ത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നും. ബട്ട് ഒരു 2-3 വട്ടം ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാൻ പറ്റും. പെട്ടെന്ന് കഴിയും. പിന്നെ ഇതുപോലെ ഹെയർ സ്റ്റൈൽ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ ചെയ്യാം. അയ്യോ, എന്തായാലും ഒരുങ്ങി പഠിച്ചതല്ലേ, അപ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറയാം. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സാരി ലുക്കൊക്കെ ഇട്ടതിന് ശേഷം ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ വെയിറ്റ് വെച്ചതിനെ പറ്റി, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ എന്തെങ്കിലും ചെയ്തോ, വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, ഡയറ്റ് എടുക്കുന്നുണ്ടോ, പിന്നെന്താ ഇപ്പോൾ വെയിറ്റ് എത്രയാണ്, അങ്ങനെ ഒരുപാട് വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ആയിട്ട് കുറേ ക്വറീസ് വരുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ വെയിറ്റ് വെച്ചിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഞാൻ തന്നെ ഞെട്ടി ഗൈസ്. 51 കഴിഞ്ഞു. ഈശ്വരാ, ഇനി കുറച്ച് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഞാൻ പറയാം അതിനെപ്പറ്റി. സത്യം ഗൈസ്, ഞാൻ ഞെട്ടി. 51.45 ഇപ്പം ഞാൻ പെട്ടെന്ന് വെയിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ എൻ്റെ വെയിറ്റ് ഗെയിനെ പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് കുറേ മുന്നെയാണ്, കല്യാണത്തിനൊക്കെ കുറേ മുന്നെയാണ്. അപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം വീണ്ടും ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് കണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും, എനിക്ക് എല്ലാവരുടെയും സങ്കടം നന്നായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഹെൽപ്പ് വേണം എന്നാണെങ്കിൽ പറഞ്ഞാൽ മതി. എത്ര പേരുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇതിലിപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ട് എത്ര പേര് കാണുമെന്ന്, കാരണം വീഡിയോ ആരും അങ്ങനെ മുഴുവനായിട്ടൊന്നും കാണുന്ന കുറവാണ് പലരും. അതുകൊണ്ട് ഇതിപ്പോൾ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണമെന്നുള്ളവർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരട്ടെ. വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ബാൽക്കണീൻ്റെ ഡോറൊക്കെ ഒന്ന് തുറന്നൊന്ന് പുറത്തേക്കൊക്കെ നോക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അടിച്ചു വരാണ്. ഫസ്റ്റ് ലിവിങ്ങിൽ അടിച്ചു, പിന്നെ എൻ്റെ റൂമിൽ. ഇന്ന് വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ബട്ട് എൻ്റെ മടി കാരണം ഞാനവിടെ മടിച്ച് കിടന്നു. അതുകൊണ്ട് പിന്നെ ചായക്ക് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മഗ്ഗിൽ പാലൊഴിച്ചതിലേക്ക് പൊടിയിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുവാണ്. തൽക്കാലം ചായയും ബേക്കറിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചായപ്പാവും അപ്പോഴത്തേക്കും അശിയും ഇതൊന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ
നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അശി ഇതുവരെ എത്തിയിട്ടില്ല. ഒന്നെങ്കിൽ ഞാൻ കുടിച്ച് കഴിയുമ്പോഴേക്കും വരും, അല്ലെങ്കിൽ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരും. അങ്ങനെയാണ് പതിവ്. ഞാൻ എന്തായാലും 2 കപ്പിൽ ഒഴിച്ച് മധുരമൊക്കെ ഇട്ട് വെച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അശി വന്നത്. വന്ന ഉടനെ റൂമിൽ പോയി അവിടെ ഇരുന്നു, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ കുത്തിപ്പോക്കി ചായ കുടിച്ചിട്ട് ഇരുന്നോന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി ഇരുത്തി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ചായ കുടിക്കുകയാണ്. ഇന്ന് ബേക്കറിയാണ് കേട്ടോ. ബേക്കറി എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. കപ്പ വറുത്തതുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും എരിവുള്ളതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. ചായൻ്റെ കൂടെ മധുരമുള്ള തന്നെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ഈ ചായൻ്റെ മധുരം കൂടെ അങ്ങ് പോയി പോവും. അങ്ങനെ കപ്പ വറുത്തതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ റൂമിൽ പോയി എൻ്റെ അമ്മേനെയും ചേച്ചീനെയും ഒക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്തതാണ് കേട്ടോ. ചേച്ചി നിവേണ്ട വീട്ടിലായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് കോൾ ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാളത് ഇവിടുന്ന് ടെഡീനെ വരച്ചിരിക്കുവാണ്. എന്താ ഇത് കഥ എന്ന് നോക്കുമ്പോഴാണ് ഫോണിൽ എന്തൊക്കെയോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അങ്ങനെ വരച്ച് നോക്കുമ്പോൾ അതേ ഇങ്ങനെ ഒരു ടെഡിയായിട്ട് വന്നു. എന്തൊക്കെയാണോ എന്തോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിത്തേക്കുള്ള ചപ്പാത്തി ചുടാനായി. അമ്മ ചപ്പാത്തി പരത്തി തരും, ഞാനത് ചുട്ടെടുക്കും. രാത്രി എല്ലാവരും ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കാറ്. പിന്നെ ഞാൻ മാത്രം അതിൻ്റെ കൂടെ കുറച്ച് ചോറും കൂടെ കഴിക്കും. എനിക്ക് ചോറും കൂടെ കഴിച്ചാലേ ആ ഒരു വിശപ്പ് അടങ്ങുള്ളൂ. അപ്പോൾ കുറച്ച് ചോറും കഴിക്കും, പിന്നെ ഒരു ചപ്പാത്തിയും. അങ്ങനെയാണ് ഇപ്പോൾ പതിവ്. കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ പറാത്ത ഉണ്ടാക്കി. അശിക്ക് പറാത്ത മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി നല്ലോണം പൊന്തി വരുന്നുണ്ടായിരുന്നേ. പിന്നെ എന്താ ചപ്പാത്തി കൂട്ടാൻ ചിക്കൻ കറി ഉണ്ട്, കുറച്ച് കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ മുട്ട ഉപ്പേരി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഉച്ചക്കത്തെ കുറച്ച് ഐറ്റംസും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രിത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നാളെ രാവിലെ എണീക്കണ്ടേ എന്നുള്ള സങ്കടത്തിലാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെ. ടാറ്റാ.